അനേകം അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധി, അത് ഒരേ ഒരു മരം. ആ ഒരു മരം എന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിലെ മരം അല്ലെങ്കിൽ ലക്ഷ്മി തരു, പാരഡൈസ് ട്രീ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നതാണ്. ലക്ഷ്മി തരു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് നമ്മൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന അല്ലെ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്കിടയിൽ ഇതിനെക്കുറിച്ച് കുറേ നെഗറ്റീവ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായി. കുറേ ആളുകൾ അത് വെട്ടിക്കളഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് വൈറൽ പനി അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് വായു ശുദ്ധീകരിക്കാനും ഓക്സിജന്റെ കണ്ടന്റ് കൂട്ടാനും കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് എല്ലാം നമുക്ക് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരമാണ് നമ്മുടെ ഈ ലക്ഷ്മി തരു എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അറിവുള്ളവരുടെ അടുത്ത്, നല്ല ആയുർവേദ വിദഗ്ധൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. ഇതിൻ്റെ ഇലയായാലും കായായാലും തൊലിയായാലും എല്ലാം വളരെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. പക്ഷേ ഉപയോഗിക്കേണ്ട രീതിയിൽ, ഉപയോഗിക്കേണ്ട അളവിൽ ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കുക. കാരണം അല്ലാതെ നമ്മൾക്ക് പല അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ആയുർവേദ വിദഗ്ധനോട് ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു മരത്തിൻ്റെ ഭാഗങ്ങൾ, ഇലയായാലും, ഇലയൊക്കെ നമ്മൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ ചില രോഗങ്ങൾക്കുള്ളവർക്ക് ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും വിദഗ്ധനെ കണ്ട് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണ്, ഇതിൻ്റെ എന്തൊക്കെ പണ്ട് കാലങ്ങളിൽ എന്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു, അങ്ങനെയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മാംഗോ മെഡോസിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണേണ്ടവർക്ക് ആ ലിങ്ക് നമ്മൾ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ പറ്റും.